വിശുദ്ധരോടൊപ്പം മാർച്ച് 20 വിശുദ്ധ കത്ബർട്ട്. സ്കോട്ട്ലാൻഡിൽ മെൽറോസ് എന്ന സ്ഥലത്ത് ജനിച്ച് ബെർട്ട് സ്ഥലത്തെ ആശ്രമവുമായി അടുത്ത ബന്ധത്തിലാണ് ബാല്യം മുതൽ കത്ബർട്ട് വളർന്നത്. ഒരു രാത്രി ആടുകളെ കാത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ വിശുദ്ധ ഐഡാൻ്റെ ആത്മാവ് മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ദർശനം യുവാവായ കത്ബർട്ടിനുണ്ടായി. ഈ കാഴ്ച കത്ബർട്ടിനെ മെൽറോയ്ഡ് ആശ്രമത്തിൽ ചേരാനിടയാക്കി. ആശ്രമശ്രേഷ്ഠൻ്റെ കീഴിൽ കത്ബർട്ട് വിശ്വാസ ഗ്രന്ഥം പഠിച്ച് തീക്ഷ്ണമായ ഒരു വിശ്വാസ ജീവിതം നയിച്ചു. ഗുരു മരിച്ചപ്പോൾ അദ്ദേഹം ആശ്രമശ്രേഷ്ഠനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥലത്തും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന അന്ധവിശ്വാസം നീക്കാൻ അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ചു. കൂടുതൽ ഏകാന്തത അന്വേഷിച്ച് അദ്ദേഹം ലിൻഡിസുഫാണിൽ നിന്ന് ഫാൻ ദ്വീപിലേക്ക് പോയി സ്വയം അധ്വാനിച്ച് അവിടെ ജീവിച്ചു. അവിടെ വച്ചും അദ്ദേഹം ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ തൻ്റെ കൊച്ചുമുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാതെ ഒരു കിളിവാതിൽ കൂടെയായിരുന്നു ഉപദേശങ്ങൾ നൽകിയിരുന്നത്. ഈ ഏകാന്തതയിൽ ദൈവസ്തുതികൾ പാടിയും ധ്യാനിച്ചുമാണ് ഫാദർ കത്ബർട്ട് ജീവിച്ചു പോകുന്നത്. ടിഫോഡിൽ വിശുദ്ധ തിയോഡോറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മെത്രാന്മാരുടെ സുനകദോസ് ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന ഫാദർ കത്ബർട്ടിനെ ലിൻഡസുഫാണിലെ ബിഷപ്പായി തിരഞ്ഞെടുത്ത് 685 യോർക്കിൽ വച്ച് അഭിഷേകം ചെയ്തു. പുതിയ സ്ഥാനം ലഭിച്ചപ്പോഴും തപോനിഷ്ഠയ്ക്ക് കുറവ് വരുത്തിയില്ല. പരിസര പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 2 കൊല്ലത്തെ ഭരണം കഴിഞ്ഞ് ഫാൻ ദ്വീപിലേക്ക് പോയി അവിടെ വച്ച് മരിച്ചു. വിശുദ്ധ കത്ബർട്ടിൻ്റെ ജീവിതം അനുസ്യൂതമായ പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിൻ്റെ ബഹുമാനത്തിനായി വിനിയോഗിക്കാത്ത സമയം പാഴായിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നത്. ദൈവത്തിൻ്റെ നീതിയും കാരുണ്യവും സ്നേഹവും സൃഷ്ടിയിൽ പ്രകാശിതമാകുന്ന അവിടുത്തെ മഹത്വവുമായിരുന്നു വിശുദ്ധൻ്റെ സാധാരണ ചിന്താവിഷയം. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഒരു ദിവ്യ തേജസ് ഉണ്ടായിരുന്നുവെന്ന് സമകാലികർ പറയുന്നു. ദൈവത്തെയാണ് കത്ബർട്ട് സദാ ദാഹിച്ചിരുന്നത്. അവിടുന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആനന്ദം.